കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ പ്രയർ ടവർ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങൾ കോളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ആയിരക്കണക്കിന് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി, കൗൺസിലിങ്ങിനായി, മാത്രമല്ല ജീവിത പ്രതിസന്ധികളിൽ നിൽക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ, ജീവിതത്തിലെ ചില സുപ്രധാന തീരുമാനങ്ങളിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ അനേകരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്പർ മറക്കരുത്, 0481305555 30 55 555. ഈ നമ്പറിൽ ഏത് സമയവും നമുക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളുകളിൽ പലപ്പോഴും സഭയിൽ ആത്മീയ കൂട്ടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില പ്രസംഗകരെങ്കിലും ഞങ്ങൾ ഇരിക്കുന്ന വിശ്വാസികളോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാണ് പറയുന്നതെന്ന് ഓർക്കണം. ഇതിൽ എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്ന് കണ്ടറിയണം. വല്ലവിധേനയും അങ്ങോട്ട് പോകാനുള്ള വഴി നോക്കിക്കോണം. ഇങ്ങനെ പറയുമ്പോൾ സഭയ്ക്കകത്ത് വന്നു, കർത്താവിനെ സ്വീകരിച്ചു, രക്ഷയുടെ അനുഭവം പ്രാപിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മാത്രമല്ല ദൈവ വഴിയിൽ വന്നപ്പോഴത്തേക്കിന് ഒത്തിരി ഭാഗത്തു നിന്ന് എതിർപ്പുകൾ, ഇഷ്ടമില്ലായ്മകളൊക്കെ സമ്പാദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വാസ്തവത്തിൽ വിശ്വാസിക്ക് പല അനുഭവങ്ങൾ അവർക്കുണ്ടല്ലോ. ആ പ്രതികൂലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് അടുത്ത പ്രസംഗം കേൾക്കുന്നത്, അങ്ങോട്ട് പോകുമെന്ന് അറിയണം. ചുരുക്കി പറഞ്ഞാൽ എവിടുന്നോ പുറപ്പെട്ടു, ചെല്ലേണ്ടിടത്തോട്ട് ചെല്ലുകയില്ല, ത്രിശങ്കു സ്വർഗത്തിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥിതിയിൽ വിശ്വാസി ഇരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ ഇന്ന് എല്ലാ തെറ്റിദ്ധാരണയും തിരുത്തപ്പെടണം. സഭ അഥവാ രക്ഷിക്കപ്പെട്ട കൂട്ടം അവർ ഇനി ഒരു സെലക്ഷൻ സെൻറ്ററിലല്ല, മറിച്ച് കർത്താവ് ഏത് സ്വർഗത്തിന് വേണ്ടി സെലക്ട് ചെയ്തോ ആ സ്വർഗത്തിലെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന സെൻറ്ററാണ്. സോ സഭ ഒരു സെലക്ഷൻ സെൻറ്റർ അല്ല, ട്രെയിനിങ് സെൻറ്ററാണ്. വിശ്വാസികൾക്ക് തന്നെ എൻ്റെ രക്ഷ ശരിയായിട്ട് നടന്നോ, ഞാനവിടെ ചെന്ന് ചേരുമോ എന്നൊക്കെ സംശയം വരുന്ന രീതിയിൽ പ്രസംഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന പല വാക്യങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. അതിലൊന്നാണ് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരും വിളിക്കപ്പെട്ടു, പക്ഷേ ഇതിൽ നിന്നൊരു തിരഞ്ഞെടുപ്പുണ്ട് എന്നൊരർത്ഥം അതിന് കൽപ്പിക്കും. പിന്നെ മറ്റൊരു വാചകം തിമോഥിയോസിൻ്റെ ലേഖനത്തിലെടുക്കും, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്ന ഒരാൾ മാത്രം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കും ഈ നമ്മളിരിക്കുന്ന സഭയിലെ ഒരാൾ മാത്രമേ അങ്ങ് ചെല്ലുള്ളൂ. പിന്നെ വേറൊരു വേദഭാഗമുണ്ട്, പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പിക്കുന്നൊരു വചനം ഉള്ളതുകൊണ്ട് ചിലയിടത്ത് ഇങ്ങനെ പ്രസംഗിക്കപ്പെട്ട് കേട്ടിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന വിശ്വാസികളിൽ തന്നെ മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഈ വിശ്വാസികൾ. ചിലർ ഓർക്കും, അയ്യോ ഞാനൊന്നും പ്രിയമകനല്ലായിരിക്കും, ഇന്നോരും ഒക്കെ ആയിരിക്കും പ്രിയമകൻ എന്നൊരു ചിന്താഗതി വിശ്വാസികളിൽ വരിക. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ രക്ഷയെ, ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ രക്ഷയെ സംശയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലെ ഒരു വേദഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 15 തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ന്റെ 1 ശ്രദ്ധിക്കുക. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു.
യഹൂദന്മാർ പരിച്ഛേദന കർമ്മം ചെയ്യപ്പെട്ടവരാണ്. അവർ അഗ്രചർമ്മം പുരുഷപ്രജയുടെ ആൺകുട്ടികളുണ്ടാകുമ്പോൾ 8-ാം നാളിൽ അവരുടെ അഗ്രചർമ്മം വിച്ഛേദിക്കും. അങ്ങനെയാണ് ഒരാൾ വാസ്തവത്തിൽ യഹൂദനായിത്തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും ഒരു യഹൂദനായിട്ടാണ് പറഞ്ഞത്. ശിഷ്യന്മാർ യഹൂദരായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആദ്യ കൂട്ടം മുഴുവൻ, ആദ്യ സഭയിലെ എല്ലാവരും യഹൂദരായിരുന്നു, പരിച്ഛേദനയേറ്റവരായിരുന്നു. അങ്ങനെ ആ പരിച്ഛേദനയേറ്റ യഹൂദരാണ് ആദ്യ ക്രിസ്ത്യാനികൾ. തുടർന്ന് ഈ സുവിശേഷം വിജാതിയരുടെ ഇടയിലേക്ക് പോയപ്പോൾ അവിടെ പരിച്ഛേദന കർമ്മം ഇല്ല. അവർ പരിച്ഛേദനയേറ്റവരല്ല, അവരെ അഗ്രചർമ്മികളെന്ന് യഹൂദർ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സുവിശേഷം അഗ്രചർമ്മികൾക്കും ഉള്ളതാണ്, അന്യജാതികൾക്കും ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ, പത്രോസ് മുതലായവർ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ കൊർന്നല്യോസ് മുതലായവരുടെ നാടുകളിൽ പോയി, കൈസരിയിൽ പോയി, അതുപോലെ ശമരിയിൽ പോയി, അവിടെയൊക്കെ പോയി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു. കാരണം അവർക്ക് തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി സകല ജാതികൾക്കുള്ളതാണ് രക്ഷ. യേശുവും അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല ജനതകളോട് ഈ സുവിശേഷം പറയണം. യഹൂദന് മാത്രമുള്ളതാണ് രക്ഷ, സത്യദൈവം യഹൂദൻ്റെ മാത്രമാണ്, യഹോവയാം ദൈവം യഹൂദൻ്റെ മാത്രമാണ് എന്നൊരു ചിന്താഗതി നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അന്യർ കൂടെ ഉള്ളതാ ഇതെന്ന് അവർക്ക് വിശ്വസിക്കാൻ. എന്നാൽ യേശു അത് പറഞ്ഞെങ്കിൽ പോലും അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സഭ മുമ്പോട്ട് ആദ്യമൊക്കെ യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസും ഒക്കെ ആദ്യം വിചാരിച്ചത് യഹൂദന് മാത്രമുള്ളതെന്ന്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ചിന്താഗതി ഒന്ന് മാറ്റാൻ വേണ്ടി തുപ്പട്ടിക്കകത്ത് സകല ജാതി ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ദർശനം ദൈവം കാണിക്കുക. ദൈവം സകലർക്കുള്ള സുവിശേഷം, യേശു ക്രൂശിൽ മരിച്ച എല്ലാവർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്, നീ ഇതൊന്ന് പോയി പറഞ്ഞാൽ മതി എന്ന് പത്രോസിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വലിയ ദർശനം വേണ്ടി വന്നു. ആ ദർശനം കണ്ട് പോവുക. അങ്ങനെ ഉണ്ടായ സഭകളിൽ മറ്റ് യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച ആൾക്കാർ ആ സഭകളിൽ ചെന്നിട്ട് പറയുകയാണ്, അതാണ് യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതെ രക്ഷ പ്രാപിക്കാനൊക്കത്തില്ല. അത് ഞങ്ങളൊക്കെ പരിച്ഛേദനയേറ്റവരാണ്, യേശു പരിച്ഛേദനയേറ്റവരായിരുന്നു. ആദ്യമേ അപ്പോസ്തലന്മാരെല്ലാം പരിച്ഛേദനയേറ്റതാണ്. ഞങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ്, ഞങ്ങൾ ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളൂ, ഞങ്ങൾ ചെയ്യുന്നത് ചെയ്താലേ നിങ്ങൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. നോക്കുക, സഭയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരും. അയ്യോ, ഞങ്ങളുടെ രക്ഷ ശരിയായി കാണത്തില്ല, ഞങ്ങളെ ദൈവം അംഗീകരിച്ച് കാണത്തില്ല. നോ, അങ്ങനെയല്ല. അവിടെ ഈ അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ പത്രോസിനും പൗലൂസിനും ഒക്കെ വളരെ വ്യക്തമായിരുന്നു എല്ലാവർക്കും രക്ഷ ഉള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. യേശു കാൽവറിയിൽ മരിച്ചത് എൻ്റെയും പാപപരിഹാരത്തിന്. ഞാനിനി ഒരു കർമ്മവും ഒരു ആചാരം ചെയ്യണ്ട, യെരുശലേം ദേവാലയത്തിൽ പോയി യാഗം ചെയ്യണ്ട, പുരോഹിതൻ്റെ അടുക്കൽ പോയി നേർച്ച വഴിപാടുകൾ അർപ്പിക്കണ്ട. യേശു ക്രിസ്തു കാൽവറിയിൽ കഴിച്ച യാഗം എനിക്ക് വേണ്ടിയുള്ളതാണ്. അതൊരു വ്യക്തി വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ അവൻ്റെ പാപം പരിഹരിക്കപ്പെട്ടു. ഇത് അപ്പോസ്തലന്മാർക്ക് വ്യക്തമായി. അങ്ങനെ യേശു എൻ്റെ കർത്താവാണെന്ന് വിശ്വസിച്ചവരുടെ കൂട്ടമാ സഭ. അതിൽ യഹൂദന്മാരുമാകാം, യഹൂദേതരരുമാകാം. ഈ രണ്ട് കൂട്ടത്തിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട മൂന്നാമത്തെ ഗ്രൂപ്പ് സഭ. സഭയെന്ന് പറയുന്നത് ഒരു പ്രത്യേക മതമല്ല. പുതിയ നിയമസഭയെന്ന് പറയുന്ന പ്രത്യേക ഒരു ജാതിയല്ല, മതമല്ല. അത് സകല ജനതകൾക്കും വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആ ഒരു കൂട്ടത്തെ ആ സഭയെന്ന് പറഞ്ഞു. ആ സഭയിൽ ഇനി ജനത്തെ രണ്ടായി തിരിക്കാൻ പറ്റില്ല. ദേ ആർ വൺ. ഒരേ ക്രിസ്തു അവരിൽ വ്യാപരിക്കുന്നു. അപ്പോൾ സഭയിൽ അന്ന് നടന്ന പോലെ തന്നെ ഇന്നും അറിയാതെ ഒരു ചിന്താഗതി കിടക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ച വ്യക്തികൾ, സ്നാനപ്പെട്ട വ്യക്തികൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ, എന്നെ ദൈവം അംഗീകരിച്ച് കാണുമോ? പ്രസംഗങ്ങളും കൂടെ വരികയാണ്. വിളിക്കപ്പെട്ടവർ അനേകരാ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണെന്ന് പറയുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വലിയ സംശയത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഒരിക്കലൊരു വലിയ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന ആൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എഫേസ്യ ലേഖനം പറയുന്നു, കറ ചുളുക്കം ഒന്നുമില്ലാത്ത ഒരു മണവാട്ടിക്കായിട്ടാണ് യേശു വരാൻ പോകുന്നത്. ആ ഒരു കറയാകട്ടെ ഒരു ചുളുക്കമാകട്ടെ ഇല്ലാതെ നിങ്ങളൊക്കെ ആയിക്കണം, അല്ലെ അങ്ങോട്ട് കയറാൻ പോകുന്നില്ല. വാസ്തവത്തിൽ അവിടെ ഇരുന്ന ജനങ്ങളെല്ലാം വലിയൊരു കൺഫ്യൂഷനിലാകുന്ന പോലെ, എൻ്റെ പൊന്നെ, എൻ്റെ ജീവിതത്തിൽ പല കുറവുകളുണ്ടല്ലോ, വീഴ്ചകളുണ്ടല്ലോ, അങ്ങനെ ഒരു സ്പോട്ടും ഇല്ലാത്ത, ഒരു ബ്ലെമിഷില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ തീർന്നിട്ടില്ലല്ലോ, അപ്പോൾ കർത്താവ് എന്നെ കൊണ്ടുപോവുകയല്ലേ എന്നൊരു വലിയ സംശയം വരുന്നൊരു സ്ഥിതി ഉണ്ടായി. അവിടെ അദ്ദേഹം എടുത്ത വചനം ഇതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം.
ഭാര്യ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ പൗലോസ് പറയാം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ വേദഭാഗം അദ്ദേഹം പറഞ്ഞിട്ട് പറയാണ്, അദ്ദേഹം നോക്ക്, കർത്താവ് വരുമ്പോൾ കറയും ചുളുക്കോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സഭ കാണും, അതിനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞാനിരുന്ന കൂട്ടത്തിലെ വിശ്വാസികൾ മൊത്തോർത്തിട്ട് നമ്മുടെ സഭ ഇതിനകത്ത് പെടുവോ? ഇതേതോ ഒരു പ്രത്യേക സഭയാണെന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. ആ പേരിട്ട സഭയായിരിക്കും. ഇന്നാൾ ഒരാളെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സഭയാണ് നിർമ്മല കന്യക എന്ന് പറഞ്ഞു. അപ്പം ഞാനൊക്കെ നിർമ്മല കന്യക പെട്ടതല്ല എന്നൊരു ചെറിയ വ്യംഗ്യം പോലെ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ തോന്നി. പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് വാസ്തവത്തിൽ ഒരു ഭർത്താവിനോടും ഭാര്യയോടും പറയുന്ന, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട് പറയുക, ഭർത്താവേ, നീ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ വേണം സ്നേഹിക്കാൻ. അതെങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. നിങ്ങളെല്ലാവരും നല്ല കറയും ചുളുക്കമില്ല നിന്നോണമെന്നല്ല, അവൻ അവളെ വെടിപ്പാക്കിയെന്ന്. നീ നിന്നാൽ അവൻ സ്നേഹിക്കുമെന്നല്ല, അവൻ അവളെ വെടിപ്പാക്കി. ശ്രദ്ധിക്കണേ, അവൾ തന്നെത്താൻ വെടിപ്പായി ബെസ്റ്റ് പെർഫോം ചെയ്ത് നിന്നെന്നല്ല, അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ട്, ഇവിടെ ജലസ്നാനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആക്ച്വലി സ്നാനപ്പെടുന്ന വാട്ടർ ബാപ്റ്റിസം അല്ല, മലയാളത്തിലെ അന്നത്തെ പരിഭാഷയിലാണ് അവിടെ എഴുതിയിരിക്കുന്ന വാഷിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന്. വചനമാകുന്ന വെള്ളം കൊണ്ട് അവളെ കഴുകുന്ന എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ വാസ്തവത്തിൽ യോഹന്നാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളാരും പാപം ചെയ്യാതിരിക്കേണ്ടതിനായി ലേഖനം എഴുതുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ മടങ്ങി വരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ശ്രദ്ധിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, ലോകത്തിൻ്റെ ഇതിനുമാകുന്നു. സഭയോടാണ് പറയുന്നു, വിശ്വാസികളോടാണ് പറയുന്നു. പാപം ചെയ്യാതിരിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. പക്ഷേ ജഡത്തിലെ ബലഹീന നിമിത്തം ഒരു ബലഹീനത വന്നാൽ അതെ, നിശ്ചയമായിട്ടും അതിൻ്റെ അർത്ഥം വിശ്വാസികൾക്ക് കറയും ചുളുക്കവും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവിൻ്റെ പദ്ധതി കറയും ചുളുക്കവും ഇല്ലാതെ നിങ്ങൾ നിൽക്കാനല്ല പറയുന്നത്, താൻ നിർത്താമെന്നാണ്. അതാണ് യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നദ്ധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി അവൻ നിർത്തും. യൂദായുടെ ലേഖനം അവസാനിക്കുന്ന അങ്ങനെ. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യൂദായുടെ ലേഖനത്തിൻ്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ട എന്നുള്ള അർത്ഥമല്ല. യോഹന്നാൻ്റെ ലേഖനം തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവം സൂക്ഷിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കും. എനിക്കതിനകത്ത് ഒരു ആക്റ്റീവ് പാർട്ട് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എത്ര നോക്കിയാലും എനിക്ക് സൂക്ഷിക്കാനൊക്കത്തില്ല. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭൂമിയിലും ഒരു കാര്യസ്ഥനുണ്ട്, സ്വർഗത്തിലും ഒരു കാര്യസ്ഥനുണ്ട്. ഈ കാര്യസ്ഥൻ എന്നുള്ള വാക്ക് തന്നെ ബലഹീനർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താൻ ഒരു കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടേ പോകത്തുള്ളൂ എന്ന് യേശു പറഞ്ഞു. അതാ ഭൂമിയിലുള്ള കാര്യസ്ഥൻ യേശു. ഇവിടെ പറയുക, നമ്മൾ യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്നൊരു നീതിമാനായ കാര്യസ്ഥൻ, ഹെൽപ്പർ, ഭൂമിയിലൊരു ഹെൽപ്പർ, സ്വർഗത്തിലൊരു ഹെൽപ്പർ. അവിടുത്തെ ഹെൽപ്പർ എന്തുവാ ചെയ്യുന്നത്? പിതാവിനോട് പറയുക, എൻ്റെ മകൻ്റെ ബലഹീനത കൊണ്ട് സംഭവിച്ചു, എൻ്റെ ജഡത്തിലെ ബലഹീനത കൊണ്ടാണ്, അവനോട് പൊറുക്കണം, അവന് ശക്തി കൊടുക്കണം. നോക്കൂ, നമ്മുടെ രക്ഷ എത്ര, രക്ഷിക്കപ്പെട്ട നമ്മളെ എത്ര ഒരു എന്താ പറയുന്നത്, സേഫ്റ്റിയിലാണ്, സെക്യൂരിറ്റിയിലാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ വീഴുമോ എന്ന് ഭാരപ്പെടാതെ കർത്താവിലൊന്ന് ആശ്രയിച്ച്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അത് തന്നെയാണ് വാസ്തവത്തിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ എഫേസ് ലേഖനത്തിൽ വായിച്ചത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അത് നമുക്കൊന്നുകൂടെ നോക്കാം, മടങ്ങി വരാം എഫേസ് ലേഖനത്തിലേക്ക്. സഭയാകുന്ന കാന്തയെ, യേശുവാകുന്ന കാന്തൻ അവിടെ എന്താ ചെയ്യുന്നതാണ്? അവൻ അവളെ, അഥവാ ക്രിസ്തു സഭയെ, എന്നെ നിങ്ങളെ, അവളെ
വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, മുമ്പേ നമ്മൾ കേട്ടല്ലോ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളിവിടെ സഹായിക്കണം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊന്നുകൂടെ തന്നോട് വചനമാകുന്ന വെള്ളം. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിൽ ഇതാ സത്യം ഇതാ സത്യം എന്ന് പറഞ്ഞ് വഴി നടത്തുക മാത്രമല്ല, നമുക്കിത് മറ്റൊരു കാര്യം കൂടെ തന്നിരിക്കുക. അതിനാണ് നമ്മൾ സഭയിൽ പോകുന്നത്, അതിനാണ് നമ്മൾ വചനം വായിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഉള്ളത്തോട് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ, വചനം ക്രിസ്തു തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുക. അതെ അത് വേണ്ട, അത് ചെയ്യണ്ട, അവിടെ നോക്കരുത്, നീ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, ആ കയ്പ് വെച്ചോണ്ടിരിക്കരുത്. ഇങ്ങനെ ഒത്തിരി വചനമാകുന്ന വെള്ളം കൊണ്ട് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ദേഹിയെ കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ നമ്മുടെ ആത്മാവ് പരിപൂർണമാണ്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം നടന്നു കഴിഞ്ഞു, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നമ്മളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ടു. അതിനി ഒരു രക്ഷയുടെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ദേഹിമണ്ഡലത്തിൽ, എൻ്റെ ജഡത്തിൽ, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന്, എൻ്റെ ചിന്താഗതികളിൽ നിന്ന് ഇപ്പോഴും എനിക്ക് അസൂയ, ഇപ്പോഴും എനിക്ക് പിണക്കം, ഇതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അസൂയൊക്കെ വിടാനാണ് പറയുന്നത്. സഭയോടാണ് പറയുന്നത്, ലോകക്കാരോടല്ല. സഭയ്ക്കകത്ത് അസൂയ ഉണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം പത്രോസ് എന്താ പറയുന്നതെന്ന്. 1 പത്രോസ് 2-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. രക്ഷിക്കപ്പെട്ടവരോടായി പറയുന്നു, ലോകത്തിലുള്ളവരോടല്ല. എന്തൊക്കെയാ? ദുഷ്ടത വിടാൻ. വിശ്വാസിക്ക് ദുഷ്ടതയോ? ഞാൻ പലപ്പോഴും ഈ വേദഭാഗം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ സഭായോഗത്തിന് വന്നിരിക്കുന്നവരിൽ അസൂയയില്ലാത്തൊരു ഒക്കെ ഒന്ന് കൈപൊക്കുകയും, ദൈവമക്കൾക്ക് അസൂയ പറ്റുമോ, ഇവിടെ ഏതെങ്കിലും വിശ്വാസിക്ക് അസൂയ ഉണ്ടോ എന്ന് ചോദിക്കും. ഉടനെ എല്ലാവരും കൈപൊക്കും, എനിക്കൊരു അസൂയയുമില്ല. ഉടനെ ഞാൻ അവരോട് പറയും, ഇപ്പം നിങ്ങൾ അസൂയ ഇല്ലെന്ന് പറഞ്ഞ് കൈപൊക്കി, ഇനിയിപ്പം ഞാൻ തെളിയിക്കാൻ പോകും നിങ്ങൾക്ക് അസൂയയുണ്ട്, മാത്രമല്ല നുണയും കൂടെ പറയുമെന്ന് ഇപ്പോൾ തെളിയിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പറയും. അതായത് നമ്മുടെ ഇപ്പം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിൽ ആർക്കും അസൂയയില്ല. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത ആൾ, ഇപ്പോൾ തങ്കു ബ്രദറും ഞങ്ങളും ഒന്നിച്ചായി ശുശ്രൂഷ ചെയ്യുന്നു. ആ തങ്കു ബ്രദർ നാളെ പ്രധാനമന്ത്രി ആകുമ്പം തോമസ് കുട്ടി ബ്രദറിൻ്റെ അകത്തൊരു ഏതാണ്ട് പോലെ, എന്നാലും ഞങ്ങൾ ഒന്നിച്ച് നടന്നില്ലേ, അദ്ദേഹം ആണ്ട് പ്രധാനമന്ത്രിയായെന്ന് പറയുമ്പോൾ ഒരു ഏതാണ്ട് പോലെ തോന്നാറുണ്ടോ? അല്ലെ നമ്മുടെ ഏറ്റവും അടുത്തയാൾ നമ്മളെക്കായിൽ ഉയരുമ്പോൾ, നമ്മളുടെ സഹോദരന്, നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ കൂടെ പഠിച്ച ആൾക്ക്, അപ്പോൾ ജഡത്തിൽ വരാവുന്ന ഒന്നാണ് അസൂയ. അതെ, എല്ലാ മനുഷ്യർക്കും, സഭയിലുള്ള വിശ്വാസികൾക്കടക്കം വരാവുന്ന ഒന്നാണ് അസൂയ. അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ടോയെന്ന് ചോദിക്കുമ്പം കൈ പൊക്കിയവരൊക്കെ പതുക്കെ കൈ താത്തിടുന്ന കാണാം. അപ്പോൾ ഞാൻ പറയാം, കണ്ടോ ഇപ്പം നുണയും കൂടെ പറഞ്ഞില്ലേ, അസൂയ ഇല്ലെന്ന് പറഞ്ഞപ്പം നുണയും കൂടെ പറഞ്ഞു. അപ്പോൾ അതാണ് പറഞ്ഞ് സകല എല്ലാ ചതിവും, സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞു. നുണയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ ഈ വചനങ്ങൾ, ഇപ്പോൾ പത്രോസ് വചനമാകുന്ന വെള്ളം കൊണ്ട് ആ ലേഖനം വായിക്കുന്നവരെ ശുദ്ധീകരിക്കുക. പത്രോസല്ല, യേശുവ പത്രോസിൽ കൂടെ ചെയ്യുന്നത്. ഞാനിന്ന് ഈ വചനം പറയുമ്പോൾ എൻ്റെ വചനമൊന്നും എനിക്ക് പറയാനുള്ള, ഇതും ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുക. ഇന്ന് ഈ TV പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വചനമാകുന്ന വെള്ളം കൊണ്ട് തൻ്റെ മക്കളെ കഴുകുക. എന്തിനാ? കഴുകി 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 എന്താ ഇവിടെ ചെയ്യുന്നത്? അതാണ് എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിക്കുമ്പോൾ പിന്നെയും അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമേ, വചനമാകുന്ന വെള്ളത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭ വേണേ നിന്നോണം എന്നല്ല, തന്നെത്താൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. കർത്താവിനൊന്നും ഒരു പ്രോഗ്രാമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമ്മളെ ഒന്ന് ക്ലിയറാക്കി നിർത്താൻ. നമ്മുടെ ആത്മാവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും, നമ്മൾ പരിപൂർണരായെങ്കിലും, നമ്മുടെ ചിന്താഗതികളിലും നമ്മുടെ വാക്കുകളിലും എല്ലാം ആ ക്രിസ്തുവിന് ചേരുന്ന നിലയിൽ സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്നവരായി നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ക്രിസ്തുവിൻ്റെ അതേ സ്റ്റാൻഡേർഡിലാക്കാൻ വേണ്ടി
പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു, വചനം നമ്മളെ സഹായിക്കുന്നു, സ്വർഗത്തിലെ യേശു നമ്മളെ സഹായിക്കുന്നു. എത്രയോ സഹായകരാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. ടു മേക്ക് അസ് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അതാണ് അവളെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞാൽ, പൗലൂസ് തന്നെ 2 കൊരിന്ത്യർ 11 പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് നമ്മളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക, ഇനി വിവാഹ ദിവസത്തേക്ക് ഒരുക്കി നിർത്തുക. സാറിന് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ 2 പേര് നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹ ദിവസം എന്നെ കെട്ടാൻ വരുന്ന പയ്യൻ എന്തായിരിക്കും ഇടുന്നത്? പലപ്പോഴും പയ്യൻ ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെണ്ണിനെ വിളിച്ചു ചോദിക്കും, ഈ കൊച്ചെ നീ എന്നെ ഇടാൻ പോകുന്നതെന്ന്. വലിയൊരു ആങ്സൈറ്റിയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും കണ്ണ് പതിയുന്ന മണവാട്ടിയില്ല. മണവാളൻ്റെ ഡ്രസ്സൊന്നും അത്രയും കാര്യമില്ല. ഇപ്പോൾ തന്നെയാണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണെങ്കിലും ഞാനും നോക്കും, എൻ്റെ വൈഫ് എങ്ങനെയുണ്ട്, നീനയുടെ ഇന്നത്തെ ഡ്രസ്സുണ്ടെന്ന എൻ്റെ നോട്ടം. എല്ലാവരുടെയും നോട്ടം മണവാട്ടിയില്ല, സ്ത്രീയില്ല, സഭയില്ല. ഇവളെങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാന സ്ഥാനം മണവാട്ടിക്കാണ്. ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കാൻ പോവുക. അപ്പോൾ ആ നിലയിൽ അവളെ ഒരുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വാസ്തവത്തിൽ ഒരു കർത്താവ് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്, ഒരു കാട്ടാളത്തി സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു അപരിഷ്കൃതയായ ദരിദ്രയായ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പെണ്ണിനെ ഒരു രാജാവ് വിവാഹം കഴിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഇനി നടന്നെന്നിരിക്കട്ടെ, അതിനേക്കാൾ ഉപമിക്കാൻ കഴിയാത്ത നിലയിലാണ് ക്രിസ്തു ഞാനും നിങ്ങളുമാകുന്ന പാപികളെ സ്വീകരിച്ചത്. ഒരു രാജാവിന് അങ്ങനെ ഒരു സ്ത്രീയോട്, ഒരു ചെറ്റക്കുടിൽ താമസിക്കുന്ന ഒരു പെണ്ണിനോട് അങ്ങ് ഇഷ്ടം തോന്നിയതുപോലെ ക്രിസ്തു നമ്മുടെ അടുത്ത് വന്നേ. നമ്മൾ അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. യെസ്, ഒരിക്കലും അങ്ങനെ ഒരു പെങ്കൊച്ച് ഏതായാലും ഒരു രാജാവിനെ പ്രേമിക്കാൻ കയറിപ്പോകാൻ ഒക്കത്തില്ല. പക്ഷേ രാജാവ് അങ്ങോട്ട് ചിലപ്പം പ്രേമിച്ചേക്കാം, അവനങ്ങ് ഇഷ്ടം തോന്നി. അതാണ് തിരഞ്ഞെടുപ്പ്. വിശ്വാസി സഭയെന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്തവരുടെ കൂട്ടമാണ്, കർത്താവിനെ തിരഞ്ഞെടുത്തവരുടെ കൂട്ടമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 15:15 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്നെ യേശുവിന് ഇഷ്ടമായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്നെ അങ്ങ് പിടിച്ചുപോയി. അതുകൊണ്ടാണ് മർക്കോസ് 1:13 പറയുന്നത്, കർത്താവ് തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. നാട്ടുകാർക്കെല്ലാം ബോധിച്ചോ എന്ന് നോക്കിയല്ല നിങ്ങളെ എന്നെയും കർത്താവ് തിരഞ്ഞെടുത്ത്. നിന്നെ അവൻ്റെ കൺമണിയാക്കി, ഒരു മോതിരം തന്നു, വിവാഹം നിശ്ചയം ചെയ്തു. ഇനിയിപ്പം നടക്കുന്നത് എന്താണെന്നറിയാവോ? തൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ഒരുക്കി എടുക്കുക. അതാ സഭ. സഭ ഒരു സെലക്ഷൻ സെൻ്റർ അല്ല, താൻ ഹൃദയം കൊണ്ട് സെലക്ട് ചെയ്തവരെ തൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ഒരുക്കുന്ന ട്രെയിനിങ് സെൻ്ററാണ്, ഒരുക്കുന്ന സെൻ്റർ അത്രേ സഭ. ഞാൻ അല്പ സസ്പെൻസിൽ നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഈ ക്ലാസ് തുടരുക. അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. നമുക്ക് ആ ട്രെയിനിങ് സെൻറ്ററിനെ, ക്രിസ്തു നമ്മളെ ആക്കി വെച്ച ട്രെയിനിങ് സെൻ്ററാകുന്ന സഭയിൽ കർത്താവ് എങ്ങനെയാണ് നമ്മളെ ഒരുക്കുന്നത്, അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ മഹാപാപിയാണ്, കൊള്ളരുതാത്ത വ്യക്തിയാണ് എന്ന് പറയുന്നെങ്കിൽ എന്നെ കർത്താവ് സ്വീകരിക്കുമോ? ഞാനും അങ്ങനെ ചോദിച്ചൊരു വ്യക്തിയാണ്. അത് ഞാൻ രോഗിയാണ്, ഈ ആശുപത്രി എന്നെ എടുക്കുമെന്ന് ചോദിക്കുന്ന പോലെ. രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. നീ എന്താണെന്ന് കർത്താവിനെ അറിയാമായിരുന്നു. നീ പാപിയാണെന്ന്, മദ്യപാനിയാണെന്ന്, തകർന്നവനാണെന്ന്, ചതിച്ചവനാണെന്ന്, പിന്മാറ്റക്കാരനാണെന്ന് എൻ്റെ യേശുവിനെ അറിയാമായിരുന്നു. നീ എത്ര നോക്കിയിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ ഒക്കത്തില്ലെന്നും അറിയാമായിരുന്നു. സ്റ്റിൽ ഹീ ലവ്സ് യു. ആ യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് വരുമോ? പാപിയായ എന്നെയും നിന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ അടുക്കലൊന്ന് വരുമോ? നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥനയിലൊന്ന് അടുത്ത് വരാം. യേശുവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ഈ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ അവിടുത്തെ മണവാട്ടിയാക്കാൻ തിരിഹിതമായല്ലോ. ഒരു രാജാവ് ഏറ്റവും അപരിഷ്കൃതയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനേക്കാൾ അതിനോട് പോലും ഉപമിക്കാൻ മേലാത്ത നിലയിൽ പാപികളായ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ തേടി അവിടുന്ന് വന്നല്ലോ. ഇന്നെന്നെ കേൾക്കുന്ന ഈ ഓരോ മക്കളെയും കർത്താവ് സ്നേഹിക്കുന്നല്ലോ. ആ സ്നേഹം ഇപ്പോൾ അവർ രുചിച്ചറിയട്ടെ. കർത്താവെ, വിട്ടുപോരാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളുള്ളവരുണ്ട്, മദ്യപാനത്തിലായവരുണ്ട്, ഒത്തിരി വേണ്ടാത്ത രഹസ്യ സ്വഭാവങ്ങളിൽ തകർന്നവരെന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹം ഇന്ന് അവരെ തൊടുന്നതിനായി സ്തോത്രം. അവർ പുതിയ സൃഷ്ടികളാകട്ടെ. ഞങ്ങൾക്ക് അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല യേശുവേ. ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ പെർഫോം ചെയ്ത് ഞങ്ങൾക്ക് മാർക്ക് നേടാൻ ഒക്കത്തില്ല. പക്ഷേ അങ്ങ് ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചു വന്നാണല്ലോ. ഈ ഓരോ വ്യക്തികളും അനുഗ്രഹീതരാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പാപക്കെട്ടുകൾ പൊട്ടട്ടെ, പുതിയ വ്യക്തികളായി തീരട്ടെ. ആ വലിയ പ്രയാസമേറിയ കാര്യത്തിന് വിടുതലാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിക്കാൻ നമ്മളുടെ യോഗ്യതയോ പെർഫോമൻസോ നോക്കുന്നില്ലെങ്കിൽ ആ രോഗം സൗഖ്യമാക്കാൻ അതിലും ചെറിയ കാര്യമാണ്. ആ കടബാധ്യത പിടിപ്പിക്കാൻ അതിലും ചെറിയ കാര്യമാണ്. അതിന് കർത്താവ് യോഗ്യത നോക്കിയല്ല, അങ്ങോട്ടൊന്ന് ആശ്രയിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ ഏത് വിഷയത്തിലും യേശുവിൽ വിടുതലുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗത്തിൽ നമുക്ക് ഒന്നിച്ചുകൂടാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ ഇരിങ്ങാലക്കുടയിൽ ടൗൺ ഹാൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം പ്രിയദർശിനി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച തൃശൂർ ജില്ലയിലെ കൊടകരയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ശുശ്രൂഷ രാവിലെ 10-ന്. ഒത്തിരി ചിരിയും ഒത്തിരി കളിയും ഒരുപാട് പാട്ടുകളുമായി ഹെവൻലി ഫീസ്റ്റ് VBS 2015 ദോഹയിൽ സെപ്റ്റംബർ 23, 24, 26 തീയതികളിൽ ദോഹ ആംഗ്ലിക്കൻ ചർച്ചിന്റെ FSS ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ. നിങ്ങളുടെ കുട്ടികളുടെ പേർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 33267191. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മദ്യ മയക്കുമരുന്ന് ആസക്തി വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും 2015 ഒക്ടോബർ 1 വ്യാഴം കാലടിയിലും ഒക്ടോബർ 2 വെള്ളി പെരുമ്പാവൂരിലും. ഒക്ടോബർ 1 വ്യാഴം കാലടി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നാസ് ഓഡിറ്റോറിയം പോലീസ് സ്റ്റേഷന് സമീപം. ഒക്ടോബർ 2 അടുത്ത വെള്ളിയാഴ്ച പെരുമ്പാവൂരിൽ. ശുശ്രൂഷ രാവിലെ 10-ന്. ഫാസ് ഓഡിറ്റോറിയം കോടതിക്ക് സമീപം. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे